Hello my dear students, all of you, good morning. Today a new topic, that is tribal societies. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ് പറഞ്ഞു ട്രൈബൽ സൊസൈറ്റീസ് എന്നതാണ്. ട്രൈബൽ സൊസൈറ്റീസ് നിങ്ങൾ സാധാരണ കേൾവിയുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും. എന്താണ് ഈ കൺസെപ്റ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ട്രൈബൽ സൊസൈറ്റീസിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെയാണ് നാം ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, ബിയോണ്ട് ദ സിറ്റീസ് എന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ട്രൈബൽ ഗ്രൂപ്പ്സ്. അതായത് നാം ജീവിക്കുന്ന നഗരപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ഇവിടെ നിന്ന് എല്ലാം വിഭിന്നമായിട്ട് വേറിട്ടൊരു മേഖല കേന്ദ്രീകരിച്ച് ജീവിച്ചു പോരുന്ന ഒരു ജനവിഭാഗം നമുക്കിടയിൽ ഉണ്ട് എന്നത് നാം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ദെയർ ആർ അതർ കൈൻഡ്സ് ഓഫ് സൊസൈറ്റീസ്. Many societies in subcontinent did not follow the social rules and rituals prescribed by the Brahmanas. അതായത് പണ്ട് കാലത്ത്, ആ പ്രാചീന കാല അന്നത്തെ ഒരു സമൂഹത്തിൽ ബ്രാഹ്മണാസ് എന്ന രീതിയിലുള്ള ജനവിഭാഗം അവർ മുന്നോട്ട് കൽപ്പിച്ചു വെച്ചിട്ടുള്ള ചില സാമൂഹ്യ നിയമങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ, ഇതൊന്നും ആചരിക്കാതെ അനുസരിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു ജീവിത രീതിയുമായി പിന്തുടർന്ന് പോരുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഈ നാട്ടിലെ, ഈ രാജ്യത്ത് ഉണ്ട് എന്ന വസ്തുതയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെ ന്യൂമറസ് അൺഈക്വൽ ക്ലാസ്സസ് എന്ന രീതിയിൽ അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സൊസൈറ്റീസിനെയാണ് നാം സാധാരണ രീതിയിൽ ട്രൈബ്സ് അഥവാ ട്രൈബൽ സൊസൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഇവർ അൺഈക്വൽ എന്ന് പറയുക? കാരണം നമ്മളുടെ ജനവിഭാഗം, നാം സാധാരണ ജനവിഭാഗം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ക്വാണ്ടിറ്റിയും ഇവരുടെ ഒരു ക്വാണ്ടിറ്റിയും ആയിട്ട് നാം ഒന്ന് കമ്പയർ ചെയ്താൽ ഈ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ജനങ്ങളുടെ ആ ഒരു എണ്ണം സാധാരണ മറ്റു ജനവിഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അൺഈക്വൽ ആയിട്ടാണ് ഉള്ളത്. ന്യൂമറസ് അൺഈക്വൽ ക്ലാസ്സസ് എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇവിടെ ജീവിച്ചു പോരുന്ന ഒരു ജനസമൂഹമാണ്. അവരാണ് ഞാൻ പറയുന്ന ട്രൈബൽ സൊസൈറ്റിയിലുള്ള ആളുകൾ എന്ന് പറയുക. ഓക്കെ, സോ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ട്രൈബ്സ് വെയർ യുണൈറ്റഡ് ബൈ കിൻഷിപ്പ് ബോൺസ്. പിന്നെ ഇവരുടെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. കിൻഷിപ്പ് ബോൺസ് വളരെയധികം ഉണ്ട്. എന്താ കിൻഷിപ്പ് ബോൺസ് എന്ന് പറയുന്നത്? ബന്ധുത്വം. അതായത് ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് പരസ്പരം അടുത്ത ബന്ധം ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കിൻഷിപ്പ് ബോൺസ് നന്നായിട്ടുണ്ട്. പിന്നെയോ, മെനി ട്രൈബ്സ് ഒബ്റ്റൈൻഡ് ദെയർ ലൈവ്ലിഹുഡ് ഫ്രം അഗ്രികൾച്ചർ. ജീവിതമാർഗത്തിന് കൃഷിയെ ആശ്രയിക്കുന്നു. മറ്റു ചിലേഴ്സ് ഹണ്ടിങ് ആക്ടിവിറ്റീസ് എടുക്കുന്നു. മറ്റു ചിലർ മത്സ്യബന്ധനം നടത്തുന്നു. So others were hunter-gatherers or herders. Most often they combined these activities to make full use of the natural resources of the area in which they lived. Some tribes were nomadic and moved from one place to another. അപ്പോൾ nomadic tribes ഒരു എക്സാമ്പിളാണ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർ ഒരിടത്ത് തന്നെ സ്ഥിരമായി ജീവിക്കില്ല. അവരെവിടെയാണോ ജീവിക്കുന്നത് ആ ഏരിയയിൽ കുറച്ച് നാൾ അവിടെയുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള വക കണ്ടെത്തും. കാട്, വനപ്രദേശവുമായി ബന്ധപ്പെട്ട അടുത്തായിരിക്കും, അല്ല ഹിൽ ഏരിയയുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ആയിരിക്കും ഇവർ ജീവിക്കാനായിട്ട് അവർ കൂടുകൂട്ടുന്നത്. നമ്മൾ വീടെന്ന് പറയുമ്പോൾ അവരുടെ ടെൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻ്റ് ഉണ്ടാക്കി അവിടെ അവർ താമസിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് നാൾ അവിടെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അവർ മൂവ് ചെയ്ത് മറ്റൊരു ഏരിയയിലേക്ക് പോകും. എ ട്രൈബൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ലാൻഡ് ആൻഡ് പാസ്റ്റേഴ്സ് ജോയിൻ്റ്ലി. എന്ത് കിട്ടിയാലും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്താൽ ജീവിക്കുക. ഒരാൾ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അല്ല. എ ട്രൈബൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ലാൻഡ് ആൻഡ് പാസ്റ്റേഴ്സ് ജോയിൻ്റ്ലി ആൻഡ് ഡിവൈഡഡ് ദീസ് എമംഗസ്റ്റ് ഹൗസ് ഹോൾഡ്സ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് റൂൾസ്. അപ്പോൾ എന്ത് കിട്ടിയാലും അവർക്ക് അവരുടെ ഇടയിലൊരു നിയമമുണ്ട്. മറ്റു നിയമങ്ങളൊന്നും, മറ്റ് സമൂഹത്തിലുള്ള ആളുടെ നിയമങ്ങൾ അവർക്ക് ബാധിക്കില്ല. അവരുടേതായ ഒരു നിയമങ്ങൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവർ എന്ത് ചെയ്യപ്പെടുന്നത്? അവരുടെ ജോലിയിൽ ഏർപ്പെട്ടാൽ കിട്ടുന്നത് എന്താണോ അത് കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ചെലവഴിക്കുക. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, many large tribes thrived in different parts of the subcontinent. They usually lived in forest, hills, deserts and places difficult to reach. Sometimes they clashed with more powerful caste-based societies. In various ways, the tribes retained their freedom and preserved their separate culture. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള പ്രത്യേകത ഇതൊക്കെയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളായി ചിന്നിച്ചിതറി കിടക്കുന്ന ചെറിയ ചെറിയ ജനവിഭാഗങ്ങളാണ് ഇവർ. അവർ സാധാരണ രീതിയിൽ ജീവിച്ചു പോരുന്ന ഏരിയാസ്
ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ, ഹിൽ ഏരിയ, ഡിസർട്ട് ഏരിയ, അതായത് നമുക്കൊക്കെ നമ്മൾ എന്ന സാധാരണ ജനത്തിന് എത്തിച്ചേരാനായിട്ട് പ്രയാസമുള്ള ചില മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവർ ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അവർ കൂടുതൽ ശക്തിമത്തായി ഇവരെ തന്നെ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന തരത്തിലുള്ള വിൽ പവറുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് സൊസൈറ്റീനെ അവർ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. പലതരത്തിലെ വിവിധ വിഭാഗങ്ങൾ, വിവിധ ട്രൈബ്സ് അവരുടേതായ സ്വാതന്ത്ര്യത്തിലെ മറ്റുള്ളവരിൽ നിന്നും അകന്ന് അവരുടേതായ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ടാണ് ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ജീവിതം എന്ന് നമുക്ക് പറയാം. സോ യു സീ ഹൂ വെയർ ട്രൈബൽ ഗ്രൂപ്പ്സ്. ഇനി നിങ്ങൾ അറിയുക ആരെയാണ് ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുക. ഹിസ്റ്റോറിയൻസും ട്രാവലേഴ്സും എല്ലാം തന്നെ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിനെ പറ്റി വളരെ പരിമിതമായ ഇൻഫോർമേഷൻസാണ് നമുക്ക് തരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് കോണ്ടംപററി ഹിസ്റ്റോറിയൻസ് ആൻഡ് ട്രാവലേഴ്സ് give very scanty information about the tribes. A few exceptions apart, tribal people did not keep written records, but they preserved rich customs and oral traditions. These were passed down to each new generation. Present day historians have started using such oral traditions to write tribal histories. അതായത് നമ്മൾ ചരിത്രപരമായി പരിശോധിച്ചാൽ ഹിസ്റ്റോറിയൻസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു ട്രാവലേഴ്സിൻ്റെ പക്കൽ നിന്നോ വളരെ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇവരെ പറ്റി കിട്ടുന്നില്ല. ട്രൈബൽ ഗ്രൂപ്പ്സിനെ പറ്റി വളരെ പരിമിതമായ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അവരെ പറ്റിയുള്ള റെക്കോർഡഡ് ഡേറ്റയൊന്നും ഇല്ല എന്നുള്ളതാണ്. ദ പീപ്പിൾ ഡിഡ് നോട്ട് കീപ്പ് റിട്ടേൺ റെക്കോർഡ്സ്. ട്രൈബൽ പീപ്പിൾ ഒന്നും തന്നെ റിട്ടേൺ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഇവരെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആന്ത്രോപോളജിസ്റ്റിനെ പോലുള്ള ആൾക്കാർ മനുഷ്യവംശത്തെപ്പറ്റി പഠിക്കാൻ ഇറങ്ങുന്ന നരവംശ ശാസ്ത്രജ്ഞന്മാർ ഇവരുടെ ഇടയിലേക്ക് ചെന്ന് താമസിക്കുകയും അവരെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ, അവരുടെ റിച്ച് കസ്റ്റംസ്, അവരുടെ ഓറൽ ട്രഡീഷൻസ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പിന്നീട് റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവരെപ്പറ്റി അറിയുന്നതിന് ജനത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവ ന്യൂ ജനറേഷനിലേക്ക് എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഇപ്പോൾ പ്രസൻറ്റ് ഡേയിൽ ഹിസ്റ്റോറിയൻസ് പൊതുവെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഫീൽഡ് വർക്ക് നടത്തി അവരുടെ ട്രഡീഷനെ പറ്റി, ഓറൽ ട്രഡീഷൻസ് എല്ലാം തന്നെ മനസ്സിലാക്കി എന്നിട്ട് ട്രൈബൽ ഹിസ്റ്ററീസ് എന്ന രീതിയിൽ എഴുതുവാനുള്ള പരിശ്രമമെല്ലാം ഇന്ന് നടത്തി പോരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. So you see, tribal people were found in almost every regions of the subcontinent. The area and influence of the tribe varied at different points of time. Some powerful tribes controlled large territories. In Punjab, the Khokhar tribe, Khokhar, Khokhar, Khokhar tribe, was very influential during the 13th and 14th centuries. Later, Gakhars, Gakhars, Gakhars became more important. Their chief Kamal Khan Gakhar was made a noble by Emperor Akbar. In Multan and Sindh, the Langah and Arguns, Langhs, Langah, Arguns, Arguns, Arguns dominated extensive regions before they were subdued by Mughals. Then again, the Balochis were another large and powerful tribe in the northwest. They were divided into many smaller clans under different chiefs. In the western Himalaya lived the shepherd tribe of Gaddis, Gaddis. The distant northeastern part of the subcontinent too was entirely dominated by the tribes, the Nagas, Ohams and many others. AHOMS. Okay. സോ വൺസ് അഗെയിൻ ട്രൈബൽ പീപ്പിളിനെ സംബന്ധിച്ച് വിശദമായി നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ഉപഭൂഖണ്ഡം, നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം എന്നെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഇവരെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ പ്രദേശങ്ങളും അവരുടെ സ്വാധീനങ്ങളും ഓരോരോ പ്രദേശത്തും വ്യത്യസ്ത തരത്തിലായിരിക്കും. ചില ട്രൈബ്സ് എല്ലാം വളരെ പവർഫുള്ളായിട്ടാണ്. കാര്യം അവർ തന്നെ അവിടുത്തെ പ്രദേശത്തെ മൊത്തം കീഴടക്കി ഭരിക്കുന്ന രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്ന പോലെ ചില ട്രൈബൽ ഗ്രൂപ്പ്സ് ആ പ്രദേശത്തിൻ്റെ രാജാക്കന്മാരായിട്ട് വാഴുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ പഞ്ചാബിലേക്ക് നോക്കിയാൽ കോക്കർ ട്രൈബാണ്. അവരെന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയായിട്ട് അവിടെ 13th and 14th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നീട് ഗാക്കർസ്, ഇവർ കൂടുതൽ പവർഫുള്ളായിട്ട് വന്നതായിട്ട് അറിയുന്നുണ്ട്, ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അവരുടെ ചീഫ് കമൽ ഖാൻ അവരുടെ ചീഫ് കമൽ ഖാൻ ഗാക്കർ, ഓക്കെ, അദ്ദേഹം ഒരു നോബിളായിട്ട്, അതായത് നോബിൾ എന്ന് പറയുന്ന അറിയപ്പെടുന്ന പ്രഭുവിന് തുല്യമായ ഒരു പദവിയുള്ള ഒരാളായിരുന്നു. മാൻസബ്ദാർ എന്ന് വേണമെങ്കിൽ പറയാം. ആ മാൻസബ്ദാറായിട്ട് അദ്ദേഹത്തെ വാഴിച്ചത് എംപറർ അക്ബർ ആയിരുന്നു. ആരെയാണ്? ചീഫായിരുന്ന
കമൽ ഖാൻ ഖാക്കറിനെ എംപററായിരുന്ന അക്ബർ മാൻസബ്ദാർ അഥവാ നോബിളായിട്ട് നിയോഗിച്ചിരുന്നു. അതേപോലെ മറ്റു പ്രദേശമായ മുൾട്ടാൻ ആൻഡ് സിന്ധ, ഇവിടുത്തെ അറിയപ്പെടുന്ന ട്രൈബ്സാണ് ലംഗഹ്, അതുപോലെ തന്നെ അർഗുൺസ്. ഇവരെല്ലാവരും തന്നെ ആ പ്രദേശത്തെ മൊത്തം എന്ത് ചെയ്തിരുന്നു, ഡൊമിനേറ്റ് ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നു. അതായത് മുഗളന്മാർ ആ പ്രദേശം കീഴടക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു അവിടുത്തെ പ്രദേശത്തിൻ്റെ ആധിപത്യം ഉറപ്പിച്ചിരുന്നതെന്ന് നമുക്ക് പറയാം. ഏത് ഗ്രൂപ്പാണ്? സിന്ധിലും മുൾട്ടാനിലും ലംഗഹും അതുപോലെ തന്നെ അർഗൺസ് എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ്സ്. ദെൻ ബലൂച്ചിസ് എന്ന് പറയുന്ന മറ്റൊരു ലാർജ് പവർഫുൾ ട്രൈബൽ ഗ്രൂപ്പ്സ് നോർത്ത് വെസ്റ്റിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ മെനി സ്മാൾ ക്ലാനായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. അങ്ങനെ അവരുടെ ക്ലാൻ ചീഫിൻ്റെ കീഴിലാണ് ക്ലാൻ വരുന്നത്. അപ്പോൾ ചീഫിൻ്റെ കീഴിൽ ഈ ക്ലാൻ പല പല ക്ലാനായിട്ട്, അത് പല ഗോത്രങ്ങളുടെ താഴെ അതിൻ്റെ ചെറിയൊരു സമൂഹം എന്ന രീതിയിലാണ് ഈ ക്ലാൻ എന്ന രീതിയിൽ. ക്ലാനിനെ നിയന്ത്രിക്കാനായിട്ട് പല പല മുഖ്യന്മാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റേൺ ഹിമാലയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഷെപ്പേർഡ് ട്രൈബ് അവിടെ ജീവിച്ചിരുന്നു. അതായത് ഷെപ്പേർഡ് ട്രൈബ് ഓഫ് ഗാഡിസ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ ഡിസ്റ്റൻറ്റ് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് സബ് കോണ്ടിനെൻറ്റിൽ അവിടെയും ഇതേപോലെ തന്നെ പൂർണ്ണമായും ഡൊമിനേറ്റ് ചെയ്യുന്ന പല ട്രൈബ്സും അവിടെ ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖരായിട്ടുള്ളവരായിരുന്നു നാഗാസ്, ആഹംസ്, അതേപോലുള്ള ആളുകൾ. ഇവരുടെയൊക്കെ കൊടികുത്തി വാണിരുന്നു എന്ന് പറയാം, അല്ലേ? കൊടികുത്തി വാണിരുന്നു, അല്ലെങ്കിൽ അധികം ആധിപത്യത്തോടു കൂടി അവിടെ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ ഭരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. In many areas of present-day Bihar and Jharkhand, Chero chiefdoms had emerged by 12th century. Raja Man Singh, Akbar's famous general, attacked and defeated the Cheros in 1591. A large amount of booty was taken from them, but they were not entirely subdued. Under Aurangzeb, Mughal forces captured many Chero fortresses and subjugated the tribe. The Mundas and Sandals were among other important tribes that lived in this region and also in Orissa and Bengal. അപ്പോൾ പല ഇന്നത്തെ ബീഹാറിലെയും ജാർഖണ്ഡിലെയും പ്രദേശങ്ങൾ അന്ന് ചേറോ ചീഫ്ഡംസ് എന്ന പേരിൽ ഒരു 12th സെഞ്ച്വറി സമയത്ത് ഇങ്ങനെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അവിടെ വന്നു. അപ്പോൾ അന്ന് രാജാ മാൻ സിംഗ് അക്ബറിൻ്റെ അറിയപ്പെടുന്ന ഒരു മുഖ്യനായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചത് 1591 ചേറോസിനെ ആക്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് ഒരു വൻ വിഭാഗം തന്നെ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ലാർജ് എമൗണ്ട് ഓഫ് ബൂട്ടി വാസ് ടേക്കൺ ഫ്രം ദം, ബട്ട് ദേ വെയർ നോട്ട് എൻറ്റയർലി സബ്ഡ്യൂഡ്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരെയും കീഴടക്കുകയും എന്നാൽ മിക്ക പ്രദേശങ്ങളും അവരുടെ കൈക്കലാക്കിയെങ്കിലും കീഴടങ്ങി എന്ന തരത്തിലേക്ക് വന്നില്ല. ഔറംഗസീബിൻ്റെ കീഴിലെ മുഗൾ ഫോഴ്സസ് കീഴടക്കിയപ്പോഴേക്കും ഒരുപാട് ചെയറോ ഫോർട്രസസ്, അവരുടെ കോട്ടകൾ എല്ലാം തന്നെ പിടിച്ചടക്കപ്പെട്ടു. സബ്ജുഗേറ്റഡ് ദി ട്രൈബ്. അപ്പോൾ മുണ്ടാസ് ആൻഡ് സന്തൽസ്, ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന രീതിയിൽ അന്നത്തെ ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നതാണ് ഇവർ രണ്ടു കൂട്ടർ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഈ ഒരു റീജിയണിൽ ജീവിച്ചിരുന്നതായിട്ട്, അതായത് എവിടെയാണ് അവർ ഒറീസയിലും അതേപോലെ ബംഗാളിലും ഈ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുണ്ടാസ് ആൻഡ് സന്തൽസ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ. ദെൻ ദി മഹാരാഷ്ട്ര ഹൈലാൻഡ്സ് എടുത്താൽ ആ ഒരു പ്രദേശം, കർണാടക എടുത്താൽ അവിടെയും ഇവിടൊക്കെ ഇവരുടെ വീടായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. ആരാണ്? ആ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കോളീസ്, അതുപോലെ തന്നെ ബെറാഡ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതും ട്രൈബൽ ഗ്രൂപ്പാണ്, കോളീസ്, ബെറാഡ്. ഈ കോളീസ് ജീവിച്ചു പോകുന്നത് മെനി ഏരിയാസ് ഓഫ് ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിൽ കണ്ടുപോന്നിരുന്ന വിഭാഗമാണ് കോളീസ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ മഹാരാഷ്ട്ര ഹൈലാൻഡ്സും കർണാടക എല്ലാം തന്നെ കോളീസിൻ്റെയൊക്കെ താമസിച്ചു പോന്നിരുന്ന ഏരിയ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഗുജറാത്തിലും ഇവർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഫർദർ സൗത്ത് ദർ വെയർ ലാർജ് ട്രൈബൽ പോപ്പുലേഷൻസ് ഓഫ് കൊറാഗാസ് എന്നുള്ള വിഭാഗത്തിൻ്റെ പോപ്പുലേഷൻ എവിടെ ഉണ്ടായിരുന്നോ? സൗത്ത് ഏരിയയിൽ എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയുടെ സൗത്ത് എടുക്കാം, ഗുജറാത്തിൻ്റെ സൗത്ത് ഏരിയ എടുക്കാം. അതേപോലെ മറ്റൊരു ജനവിഭാഗമാണ് വെട്ടാർസ്, മറവർസ്, അതുപോലെ മറവർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും അവിടെ ജീവിച്ചു പോന്നിരുന്നു എന്ന് നമുക്ക് പറയാം. ദ സെൻറ്റൻസ്: ദി മഹാരാഷ്ട്ര ഹൈലാൻഡ്സ് ആൻഡ് കർണാടക വെയർ ഹോം ടു കോളീസ്. ബെറാഡ്സ് ആൻഡ് ന്യൂമറസ് അതർ കോളീസ് വെയർ ആൾസോ ലിവ്ഡ് ഇൻ മെനി ഏരിയാസ് ഓഫ് ഗുജറാത്ത്. ഫർദർ സൗത്ത് there were large tribal populations of Koragas, Vettars, Maravars and many others. Okay. The large tribe of
ഫിൽസ് BHILs വാസ് സ്പ്രെഡ് അക്രോസ് വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ. അപ്പോൾ ഓരോ വിഭാഗത്തെ പറ്റി നിങ്ങൾ എടുത്തെടുത്ത് പഠിക്കുമ്പോൾ ഈ ജനവിഭാഗം എവിടെയാണ് ജീവിച്ചു പോന്നിരുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ജീവിച്ചു പോന്നിരുന്ന ജനവിഭാഗം ട്രൈബൽ ഗ്രൂപ്പ് ഏതാണ് എന്ന തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ സെൻട്രൽ ഇന്ത്യയുമായി കേന്ദ്രീകരിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലാർജ് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് BHILs ബിൽസ് അവരാണ് ഉണ്ടായിരുന്നത് പറയാം, ബിൽസ്. By the 16th century, many of them had become settled agriculturists and some even സെമീന്ദാർസ്. 16th century എത്തിയപ്പോൾ ഇവർ തന്നെയാണ് വലിയ വലിയ ഉടമകളായി, കർഷകരായി, വലിയ വലിയ പ്രഭുക്കന്മാരായി മാറുന്നതൊക്കെ ഇവർ തന്നെയാണെന്ന് പറയാം. ഈ വിഭാഗത്തിൽപ്പെടുന്ന ക്ലാൻസ്, മെനി ബിൽ ക്ലാൻസ്, ഇതിൽപ്പെടുന്ന ഗോത്രങ്ങൾ, കുലത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും ഇന്നും ഹണ്ടർ ഗാദേഴ്സ് എന്ന രീതിയിൽ കുറേ പേരൊക്കെ അവശേഷിക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് സം ഈവൻ സെമീന്ദാർസ് ബട്ട് മെനി ബിൽ ക്ലാൻസ് നെവർത്തിലെസ് റിമൈൻഡ് ഹണ്ടർ ഗാദേഴ്സ്. ദി ഗോണ്ട് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ്. ദേ വെയർ ഫൗണ്ട് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ് അക്രോസ് ദി പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ്സ് ഓഫ് ഛത്തീസ്ഗഡിൽ ഇന്ന് കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗോണ്ട് എന്നുള്ള വിഭാഗം. അതേപോലെ മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ കണ്ടുവരുന്ന ഒരു ജനവിഭാഗമാണ് ഗോണ്ട് എന്നുള്ള ജനവിഭാഗം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ നൊമാഡ്സ് എന്നുള്ള ആ ജനവിഭാഗത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെ ഒരു മൊബൈൽ പീപ്പിളാണ്. മൊബൈൽ ഫോണെന്ന് കേട്ടിട്ടുണ്ടല്ലേ, എന്നാൽ ഇവരെങ്ങനെയുള്ളവരാണ്? ഇവർ മൊബൈൽ പീപ്പിളാണ്. എന്താ അവരെ പറ്റി പറയുക? നൊമാഡിക് പാസ്റ്ററാലിസ്റ്റ് എന്നാണ് ഇവരെ പറയുക. ഇവരെന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഇവർ കുറേ നാൾ ഒരിടത്ത് ജീവിക്കും, പക്ഷേ അവിടെ ഒതുങ്ങി തന്നെ അവിടെ തന്നെ കഴിയില്ല. അവർ ചെയ്യുന്നത് എന്തെന്നാൽ ലോങ് ഡിസ്റ്റൻസ് താണ്ടി ഒരു ഭാഗത്ത് പോയി അവിടെ കുറേ നാൾ ജീവിച്ച് അവരുടെ മൃഗങ്ങളുമായിട്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അവർ ഇണക്കി വളർത്തിയ മൃഗങ്ങൾ കൂടെ ഉണ്ടാകും. ഈ മൃഗങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് കുറേ സമയം താമസിക്കും, കുറേ നാൾ താമസിക്കും. അവിടെയുള്ള വനവിഭവങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് അതെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ചൂഷണം ചെയ്ത് അതിനെ ആശ്രയിച്ച് കഴിയും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവരവിടെ നിന്ന് വിട്ടുപോകും. മൃഗങ്ങളിൽ നിന്നും എന്ത് കിട്ടാം? പാല് കിട്ടാം, പാസ്റ്ററൽ പ്രോഡക്റ്റ് എല്ലാം അവർക്ക് കിട്ടാം. അപ്പോൾ അതെല്ലാം തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വൂള്, ഗീ ഇങ്ങനെയുള്ള പ്രോഡക്റ്റൊക്കെ ആക്കിയിട്ട് അത് എന്നിട്ട് അഗ്രികൾച്ചർ എന്ന രീതിയിൽ, അഗ്രികൾച്ചറിസ്റ്റ് കൃഷിക്കാരെന്ന രീതിയിൽ അവർ കഴിഞ്ഞു പോകും. അത് കൃഷിയിൽ നിന്നും കിട്ടുന്നത് ഗ്രെയിൻസ്, ക്ലോത്ത്, ഉട്ടൻസിൽസ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കഴിവ്. അപ്പോൾ നൊമാഡിക് പാസ്റ്ററൽസിൻ്റെ പ്രത്യേകത എന്താ? ദേ മൂവ്ഡ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് with their animals. They lived on milk and other pastoral products. They also exchanged wool, ghee, etc. with settled agriculturists for grain, cloth, utensils and other പ്രോഡക്റ്റ്. അവരുടെ കൈവശം ഉള്ളത് കൊടുത്തിട്ട് അവർക്കില്ലാത്ത പ്രോഡക്റ്റ് അവർ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുന്നു എന്നുള്ളതാണ്. ദേ ബോട്ട് ആൻഡ് സോൾഡ് ദീസ് ഗുഡ്സ് ആസ് ദേ മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ട്രാൻസ്പോർട്ടിങ് ദം ഓൺ ദെയർ ആനിമൽസ്. അപ്പോൾ ഇവരൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ഇവരെന്തിനെ കൂടി കൊണ്ടുപോകും? അവരുടെ കൂടെയുള്ള അവർ ഇണക്കി വളർത്തിയിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഇവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവരുടെ ജീവിക്കാൻ ആവശ്യം വേണ്ട സാധന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മൃഗങ്ങളുടെ പുറത്ത് വെച്ച് കിട്ടും. എന്നിട്ട് മൃഗങ്ങളെയും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. അതേപോലെ മറ്റൊരു വിഭാഗമാണ് ബെഞ്ചാറാസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേഡർ നൊമാഡ്സ് ആണ്. അത് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവരുടെ ക്യാരവൻസ് ഉണ്ട്. അവരുടെ ക്യാരവൻസ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ എന്താ പറയുക, ചരക്കുകളെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനമാണ് ക്യാരവൻ എന്ന് പറയുക. ആ ക്യാരവൻസിന് പറയുന്ന പേര് തണ്ട എന്നാണ്. തണ്ട. സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി യൂസ്ഡ് ദി ബഞ്ചാറാസ് ടു ട്രാൻസ്പോർട്ട് ഗ്രെയിൻ ടു ദ സിറ്റി മാർക്കറ്റ്. അപ്പോൾ എംപററിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഒരിക്കൽ ബഞ്ചാറാസ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ധനധാന്യങ്ങളെല്ലാം തന്നെ ധാന്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ ബെഞ്ചാറാസ് ഉപയോഗിച്ചു. അതിൻ്റെ സഹായത്താലാണ് ഗ്രെയിൻസ് എല്ലാം തന്നെ സിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുപോയത് എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ എംപറർ ജഹാംഗീർ wrote in his memories that Banjaras carried grain on their bullocks from different areas and sold it in towns. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ബെഞ്ചാറാസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. ബെഞ്ചാറാസ് ആര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം. ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള വ്യക്തികൾ ആരൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്? അലാവുദ്ദീൻ ഖിൽജി, അതേപോലെ തന്നെ പിന്നെ ആരാണ്? ജഹാംഗീർ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ്? ബെഞ്ചാറസിൻ്റെ സഹായത്താൽ ഗ്രെയിൻസ് അതിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകാം. അപ്പോൾ ബെഞ്ചാറാസ് ഗ്രെയിൻസുമായിട്ട് ബുള്ളക്കിൻ്റെ പുറത്ത് വെക്കാം. മനസ്സിലായോ? ബെഞ്ചാറാസിനുള്ളിൽ ഗ്രെയിൻസ്
ധാന്യങ്ങൾ നിറക്കുന്നു. ആ ധാന്യങ്ങൾ നിറഞ്ഞ ബെഞ്ചാറാസ് ബുള്ളക്കിൻ്റെ പുറത്ത് വെച്ചിട്ട് പല വിഭാഗങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് ഈ മൃഗങ്ങളുടെ സഹായത്താൽ കൊണ്ടുപോവുകയും അങ്ങനെ പട്ടണങ്ങളിൽ കൊണ്ട് വിൽക്കുവാനായിട്ട് ഇത് സഹായകമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദേ ട്രാൻസ്പോർട്ടഡ് ഫുഡ് ഗ്രെയിൻസ് ഫോർ ദ മുഗൾ ആർമി ഡ്യൂറിങ് മിലിറ്ററി ക്യാമ്പയിൻസ്. ബെഞ്ചാറാസിൻ്റെ പ്രയോജനം മനസ്സിലായല്ലോ. വിത്ത് എ ലാർജ് ആർമി ദെയർ കുഡ് ബി 100,000 ബുള്ളക്സ് ക്യാരിയിങ് ഗ്രെയിൻ. ഏകദേശം ഇത്തരത്തിൽ ബെഞ്ചാറാസിൽ ഭക്ഷണധാന്യങ്ങൾ നിറച്ചിട്ട് ആ ഭക്ഷണധാന്യങ്ങൾ നിറഞ്ഞ് ബെഞ്ചാറാസുമായിട്ട് ഏകദേശം 100,000 ബുള്ളക്സാണ് ഈ ഗ്രെയിൻസും വഹിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് മിലിറ്ററി ക്യാമ്പയിൻസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബെഞ്ചാറാസിനെ പറ്റി ഒരു നോട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നാം ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചൊരു വിശകലനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് ട്രൈബൽ ഗ്രൂപ്പ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരെ പൊതുവെയുള്ള ജനസമൂഹത്തിൽ നിന്നും സാധാരണയുള്ള ജനവിഭാഗത്തിൽ നിന്നും അകന്ന് അവരുടേതായ ഒരു പ്രദേശം കണ്ടെത്തി അവരുടേതായ ജീവിതക്രമങ്ങൾ രൂപീകരിച്ച് അവരുടേതായ സംസ്കാരമുണ്ടാക്കി അവരുടേതായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളെല്ലാം രൂപപ്പെടുത്തി അവർക്ക് അവരെ ഭരിക്കാനായിട്ട് അവരുടേതായ ഓരോ മൂപ്പനം അങ്ങനെയുള്ള സംവിധാനമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു പോകുന്ന ഒരു ഹൈറാർക്കിക്കൽ സൊസൈറ്റി ആയിരിക്കും ഈ ഏതെന്ന് പറയുന്നത് നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുക. ട്രൈബൽ ഗ്രൂപ്പിൻ്റെ കേസിൽ നാം ചിന്തിക്കുമ്പോഴേക്കും ആ ഓരോ ട്രൈബ്സിൻ്റെയും കീഴിലായിട്ട് ഓരോ ക്ലാൻ ഉണ്ടാകും. ആ ക്ലാനെ നിയന്ത്രിക്കാനായിട്ട് അവരുടേതായ ആളുകൾ ഉണ്ടാകും എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിലെ ഒരു ക്ലോസർ ലുക്ക് എന്ന രീതിയിൽ നാം ഇതിനകത്തേക്ക് നോക്കുമ്പോഴേക്കും ഗോൺസ് എന്നുള്ള ഒരു വിഭാഗത്തെപ്പറ്റി നാം പറയാതെ വയ്യ. ഇവർ ഫോറസ്റ്റ് റീജിയനുമായി ബന്ധപ്പെട്ട് ഗോണ്ടുവാന എന്ന ഫോറസ്റ്റ് റീജിയനുമായി ബന്ധപ്പെട്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ദേ പ്രാക്ടീസ്ഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനിലാണ് അവരുടെ ശ്രദ്ധയുള്ളതെന്ന് പറയാൻ സാധിക്കും. ലാർജ് ഗോണ്ട് ട്രൈബ് വാസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു മെനി സ്മാളർ ക്ലാൻസ്. ഈച്ച് ക്ലാൻ ഹാഡ് ഇറ്റ്സ് ഓൺ രാജ ഓർ രായ്. About the time that the power of the Delhi Sultans was declining, a few large Gond kingdoms were beginning to dominate the smaller Gond chiefs. The Akbarnama, a history of Akbar's reign, mentions Gond kingdom of Kharha Kadanga that had 70,000 villages. അപ്പോൾ ഗോണ്ട് എന്ന് പറയുന്ന വിഭാഗം ഒരു സ്മാളർ ഗോണ്ട് ചീഫിനുമായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നത് അക്ബറിൻ്റെ ഭരണകാലത്തുള്ള അക്ബർനാമ എന്ന പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത് ഗോണ്ട് കിങ്ഡം അത് എവിടത്തെയാണ് ഖർഹ ഖണ്ഡൻഖ എന്ന സ്ഥലത്ത്. അവിടെ എത്രത്തോളം ഗ്രാമങ്ങൾ ഉണ്ടതായിട്ടാണ് പറയുന്നത് 70,000 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അവിടുത്തെ ആ ഭരണ സംവിധാനത്തെ പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോഴേക്കും അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു. ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദീസ് കിങ്ഡംസ് വാസ് ബിക്കമിങ് സെൻട്രലൈസ്ഡ്. ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു Garh, GARHs. Each Garh was controlled by a particular Gond clan. This was further divided into the unit of 84 villages called Chaurasi. The Chaurasi was subdivided into Barhot, which were made up of 12 villages each. So then again another migrated group, that is the Ahoms. The Ahoms migrated to the Brahmaputra Valley from present-day Myanmar in the 13th century. They created a new state by suppressing the older political system of the Bujians. Bujians means landlords. That is during the 16th century. They annexed the kingdom of Chutias. Chhutiyas. Chutias. That is in 1523. And of Kochhajo. Kochhajo, that is in 1581, and subjugated many other tribes. The Ahoms built a large state, and for this they used firearms as early as 1530s. By 1660s, they could even make high quality gunpowder and cannons. So we can say that Ahoms states depends on forced labor. Those forced work for the state were called pikes. So this state situation, society, people, this a clear demarcation or a clear picture that will derive after the explanation of the tribal society. Ahom society was divided into clans or khels. There were very few caste of artisans. Artisans in the Ahom areas came from the adjoining kingdoms. A khel often controlled several villages.
The peasant was given land by his village community. Even the king could not take it away without the community's consent. So, considerable social change took place in the subcontinent during the period we have been examining. Varna-based society and tribal people constantly interacted with each other. This interaction caused both kinds of societies to adapt and change. So, the adaptation of changes that will after the considerable social change will took place in the subcontinent during the period we have examined. Right? Okay. There were many different tribes and they took up diverse livelihoods over a period of time. Many of them merged with a caste-based society. Others, however, rejected both the caste system and Orthodox Hinduism. Some tribes established extensive states with well-organized systems of administration that thus became politically powerful. This brought them into conflict with larger and more complex kingdoms and empires. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പിലേക്ക് നാം വിശകലനം ചെയ്യുമ്പോഴേക്കും ട്രൈബൽ ഗ്രൂപ്പ് എന്നൊരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിൻ്റെ ജീവിത രീതിയും അവരുടെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു നിയന്ത്രണമുള്ള ഒരു സിസ്റ്റം. അപ്പോൾ അതിനുശേഷം ഇവരെ നിയന്ത്രിച്ചു പോകുന്ന സമൂഹം തന്നെ പിന്നീട് മാറ്റങ്ങളുണ്ടായി. അവർ വീണ്ടും വേറിട്ടൊരു സമൂഹത്തിൻ്റെ ഭാഗമായി വരുന്നു. വർണ്ണ ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് ജനങ്ങൾ വന്നു ചേരുന്നു. അപ്പോൾ സമൂഹത്തിന് മാറ്റമുണ്ടാകുന്നു. മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് സമൂഹം തയ്യാറാകുന്നു. വ്യത്യസ്ത തരത്തിലുള്ള കുലങ്ങളും ഗോത്രങ്ങളും വ്യത്യസ്ത ജീവിത രീതികളുമായിട്ട് ഇവർ വന്നു ചേരുന്നു. അങ്ങനെ നാളുകളോളം ഇവിടെ ഒരു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും മാറി ജനങ്ങൾ ജീവിക്കുമ്പോൾ പിന്നീട് കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി എന്ന രീതിയിലേക്ക് ആളുകൾ വന്നു എത്തുകയാണ്. പിന്നീട് മാറ്റമുണ്ടാകുമ്പോഴേക്കും കാസ്റ്റിനെ ബേസ് ചെയ്തല്ലാതെ തന്നെ ഒരു ഓർത്തഡോക്സ് ഹിന്ദുയിസത്തിൻ്റെ ഒരു ചിത്രവും നമ്മുടെ സമൂഹത്തിന് വന്നു ചേരുകയാണ്. ഇവിടെ വരുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിൽ അവരുടേതായ ആധിപത്യം ഇവിടെ നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചു പോരുന്ന വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷം സാമൂഹ്യപരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് പൊളിറ്റിക്കലായിട്ട് പവർഫുള്ളാകാനായിട്ട് ശ്രദ്ധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴേക്കും പവർഫുൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു വരവോടുകൂടി സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് വൻതോതിലുണ്ടാവുകയും അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാടുകളും ആ ഒരു ഭരണ സംവിധാനവുമെല്ലാം ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കേ, അപ്പോൾ ഈ ഒരു പാഠഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ലെസൺ അത് ഡിഗ്രി തലത്തിൽ ട്രൈബൽ ഗ്രൂപ്പ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ എക്കണോമിക്സ് സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾക്കും അതിനോടൊപ്പം തന്നെ എടുത്തു പറയട്ടെ, ഇത് 7th ക്ലാസ്സിലെ CBSE തലത്തിലെ കുട്ടികൾക്കും പഠന വിഷയമായിട്ട് ഉള്ളതാണ് എന്ന് പറയട്ടെ. അപ്പോൾ ഇത് പഠിക്കേണ്ടവർ അറിഞ്ഞ് ഇതിനെ പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്